സുറിയാനി യേശുക്രിസ്തുവും ശിഷ്യന്മാരും സംസാരിച്ചിരുന്ന അരമായ ഭാഷയുടെ മറ്റൊരു രൂപഭേദമാണ്. മധ്യപൂർവേഷ്യയിലെ ക്രൈസ്തവ സമൂഹങ്ങൾക്കിടയിൽ ഇത് പ്രധാന ആരാധനാ ഭാഷയായി മാറിയതിനാൽ ഇതൊരു ക്രൈസ്തവ ഭാഷയായി തന്നെ പരക്കെ അറിയപ്പെടുന്നു. കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ ചരിത്രത്തിലും ആരാധനാക്രമങ്ങളിലും ഈ ഭാഷയ്ക്ക് സവിശേഷമായ സ്ഥാനമുണ്ട്. അതുതന്നെയാണ് സുറിയാനി ക്രിസ്ത്യാനികളെന്ന് നമ്മുടെ പൂർവികർ വിളിക്കപ്പെട്ടതും. ഇന്നും ദൈനംദിന ജീവിതത്തിൽ ചില സുറിയാനി വാക്കുകൾ നമ്മുടെ ആരാധനാക്രമങ്ങളിലും സംഭാഷണങ്ങളിലും ഉപയോഗിച്ചു പോരുന്നുണ്ട്. ഉദാഹരണത്തിന് ഈശോ, ആമീൻ, സ്ലീഹ, കുർബാന, സ്ലീവ തുടങ്ങിയവ സുറിയാനി പദങ്ങളാണ്. എന്നാൽ പുതിയ തലമുറയിലെ വലിയൊരു വിഭാഗത്തിനും സുറിയാനി പാരമ്പര്യവുമായുള്ള ബന്ധം തന്നെ കുറയുന്ന കാഴ്ചയാണ്. ഒരു കുടുംബത്തിലെ 6 മക്കളും സുറിയാനി പഠിച്ച് അനുദിന കുടുംബ പ്രാർത്ഥനാവേളയിലും ദിവ്യബലികളിലും സുറിയാനി പ്രാർത്ഥനകളും ഗാനങ്ങളും ആലപിക്കുന്ന ഒരു സുറിയാനി കുടുംബം. പാലാ ചെറുപ്പുങ്കൽ സെന്റ് പീറ്റർ ആൻഡ് പോൾ ക്നാനായ കത്തോലിക്ക ഇടവകക്കാരായ ഷിമി സ്റ്റീഫൻ, റോസ്മി ഷിമി ദമ്പതികളുടെ 6 മക്കളാണ് സുറിയാനി ക്രിസ്ത്യാനികളുടെ തനിമ ഇന്നും പിന്തുടരാൻ ആഗ്രഹിക്കുന്നവർ. 16-കാരിയായ എഡ്രിയ മരിയ ഷിമി സുറിയാനി കുർബാനയിലെ മുഴുവൻ ഗാനങ്ങൾക്കും കീബോർഡിലൂടെ മാനുവലായി സംഗീതം നൽകുമ്പോൾ 14-കാരിയായ അനിയത്തി ബെനീറ്റ മരിയ ഷിമി ഗാനങ്ങൾ ആലപിക്കുന്നു. 12-കാരനായ മാരിയോ സ്റ്റീഫൻ ഷിമി അൾത്താര ബാലനായി ശുശ്രൂഷ ചെയ്യുന്നു. 9 വയസ്സുള്ള എമിലിയ മരിയ ഷിമിയും സുറിയാനി ഗീതങ്ങൾ സഹോദരങ്ങളോടൊപ്പം ആലപിക്കും. 3ഉം 5ഉം വയസ്സും മാത്രം പ്രായമുള്ള ലൂസിയ ആൻ ഷിമിയും ആൻസിയ റോസ് ഷിമിയും സുറിയാനി പ്രാർത്ഥനകൾ ചൊല്ലാൻ പഠിച്ചവരാണ്. കേരള സഭയിലെ തന്നെ ആദ്യത്തെ മുഴുവൻ സുറിയാനി കുർബാനയ്ക്ക് നേതൃത്വം നൽകിയ കുട്ടികളുടെ ഗായക സംഘം തങ്ങളുടെ മക്കളാണെന്ന സന്തോഷത്തിലാണ് ഈ മാതാപിതാക്കൾ.